ശുദ്ധ അസംബന്ധമാണെന്ന് കൃത്യമായിട്ട് വ്യക്തത വന്നിട്ട് നിങ്ങൾക്ക് എന്തേ അതിനോട് പ്രതികരിക്കാനാകുന്നില്ല? അദ്ദേഹം തന്നെ മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ മാപ്പ് പറയാൻ തയ്യാറാവുന്നില്ല എന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന ഒന്നാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ മാപ്പ് പറയണം എന്ന ഒരു ഡിമാൻഡ് വെക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മാപ്പല്ല അതിൻ്റെ പ്രതിവിധി എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഒന്ന് രണ്ട് ഘട്ടങ്ങളിലായി ഈ കേസ് നൽകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ ഇതിന് തയ്യാറാണ്, മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ കുഴൽനാടൻ എന്തുകൊണ്ട് മാപ്പ് പറയുന്നില്ല എന്ന കാര്യമാണ് ജനങ്ങൾ അന്വേഷിക്കുന്നത്. അതിന് മറുപടി പറയാൻ കുഴൽനാടന് ബാധ്യതയുണ്ട്. സാധാരണ കൊണ്ട് നിഷേധിച്ചു പോവല്ല, സങ്കല്പിക്കാൻ സാധ്യമല്ല എന്നാണ് കോടതിയുടെ വിധി. ഇത്തരത്തിൽ വ്യക്തമായ കോടതി വിധി ഉണ്ടായിട്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമായ ചർച്ച സംഘടിപ്പിക്കാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ചർച്ചകൾ ചാനലുകളായാലും മാധ്യമങ്ങളായാലും എല്ലാം കേരളത്തിലെ പ്രതിപക്ഷത്തിന് വേണ്ടി അത് കോൺഗ്രസും ഉണ്ട്, BJP ഉണ്ട്, UDF ഉണ്ട്, BJP ഉണ്ട്, വലതുപക്ഷ മാധ്യമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന ഇത്തരം സാഹചര്യങ്ങൾ പിന്നീട് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗൂഢാലോചനയും ചൂണ്ടിക്കാണിക്കാനാവില്ല എന്നും അഴിമതി ഉണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നും കൃത്യതയോടുകൂടി കാര്യം പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾക്കാർക്കും ഒരു ചർച്ചയുമില്ല. ചർച്ച നടത്തേണ്ടുന്ന ഒരു വിഷയമായിട്ട് അതാരും പരിഗണിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഈ കാര്യം കുഴൽനാടനോട് ഞങ്ങൾ പറഞ്ഞത്, കുഴൽനാടൻ ഇങ്ങനെയുള്ളൊരു കേസ് ഒരു വിധി വാങ്ങിയത് നന്നായി. കാരണം ഈ കാപട്യം മുഴുവൻ തുറന്നു കാണിക്കാൻ ഇവിടെ കേന്ദ്ര ഏജൻസി ഉൾപ്പെടെയുള്ള നിരവധി ഏജൻസികളെ വിധി കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതാണ്ട് എന്താണ് എന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അത് നന്നായി. എന്നാൽ ഈ കള്ള പരാതിയുമായിട്ട് ഈ ഒരു വ്യവഹാരി, ഒരു എന്താ പറയുക, സാധാരണ നമ്മൾ പറയുന്നില്ലേ, ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു വ്യവഹാരി, ഞാൻ പിന്നെ അതിന് വേറെ വിശേഷണമൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു വ്യവഹാരി ഈ കേസുമായിട്ട് കോടതിയുടെ മുമ്പിൽ പോയി നല്ലതുപോലെ കാര്യങ്ങൾ തിരിച്ച് വ്യക്തത വരുത്തി കോടതി വിധിയും വന്നപ്പോൾ അദ്ദേഹം ന്യായമായി ചെയ്യേണ്ട ഒരു കാര്യം, മുമ്പേ അദ്ദേഹം പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ ഈ പറയുന്നതെല്ലാം തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നത് എന്തേ അദ്ദേഹം നടപ്പിലാക്കുന്നില്ല? അപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ കുഴൽനാടനെ പറ്റി പറയുന്നത്, അദ്ദേഹം വലിയ കേസിൽപ്പെട്ട് നിൽക്കുകയാണ്. ഭൂമി കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലെ അതിശക്തിയായ ഗവൺമെൻറ് നടപടിയുമായി നിൽക്കുകയാണ്. അതിനെ വെള്ളപൂശുന്ന കാര്യത്തിൽ ഈ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ അപ്രധാനമായിട്ടുള്ളതോ ഒന്നൊന്നിനും ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറില്ല. എന്നാൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഓരോ പത്രസമ്മേളനത്തിലെയും ആർഗ്യുമെൻ്റ് എന്തോ വലിയ ആർഗ്യുമെൻ്റാണെന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ശുദ്ധ അസംബന്ധമാണെന്ന് കൃത്യമായിട്ട് വ്യക്തത വന്നിട്ട് നിങ്ങൾക്ക് എന്തേ അതിനോട് പ്രതികരിക്കാനാകുന്നില്ല? അദ്ദേഹം തന്നെ മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ മാപ്പ് പറയാൻ തയ്യാറാവുന്നില്ല എന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന ഒന്നാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ മാപ്പ് പറയണം എന്ന ഒരു ഡിമാൻഡ് വെക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മാപ്പല്ല അതിൻ്റെ പ്രതിവിധി എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഒന്ന് രണ്ട് ഘട്ടങ്ങളിലായി ഈ കേസ് നൽകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ ഇതിന് തയ്യാറാണ്, മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ കുഴൽനാടൻ എന്തുകൊണ്ട് മാപ്പ് പറയുന്നില്ല എന്ന കാര്യമാണ് ജനങ്ങൾ അന്വേഷിക്കുന്നത്. അതിന് മറുപടി പറയാൻ കുഴൽനാടന് ബാധ്യതയുണ്ട്. കുഴൽനാടൻ ബാധ്യതയുള്ള കാര്യങ്ങളല്ല സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു പകരം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ്
അതിനെ എങ്ങനെയാണ് മറയിടുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം എല്ലാ കാര്യം. ഇതൊന്നും കുറേ കാലം തുടരുന്നതല്ല. ഇന്നത്തെ ദേശാഭിമാനി മുഖപ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് അവർ ഗാന്ധിയുടെ സത്യം എന്നാൽ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് അവരെടുത്ത് ചേർത്തിട്ടുണ്ട്. ആ ചേർത്തത് വളരെ പ്രസക്തമായ ഒന്നാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റുകാരെ ഓരോരുത്തർക്കും ബാധകമായിട്ടുള്ള ഒന്നായിട്ട് ഞാൻ കാണുകയാണ്. കാലപ്രവാഹത്താൽ മറ്റെല്ലാം ഒലിച്ചു പോയാലും സത്യം തനിച്ച് നിവർന്നു നിൽക്കും എന്നാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ചും എല്ലാം ബാധകമായിട്ടുള്ള ഒരു കാര്യം മുമ്പേ മഹാത്മാഗാന്ധി പറഞ്ഞു വെച്ചിരിക്കുന്നു സത്യവുമായിട്ട് ബന്ധപ്പെട്ട്. കൊളനാടനെല്ലാം മഹാത്മാഗാന്ധിയൊക്കെ ഇടയ്ക്ക് ഉദ്ധരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ സത്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വീഴ്ച പറ്റിയെന്നും ഇനി ഞാൻ അടുത്ത കോടതിയിലേക്ക് പോകുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു കഴമ്പുമില്ല, ഉള്ളി തോളി ഒളിച്ച പോലെയാണ്. ഒന്നും തന്നെ ഇതിൻ്റെ ഉള്ളിൽ കാമ്പായിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു പുകമറ സൃഷ്ടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ, അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ, അവരുടെ കുടുംബത്തെ ആക്രമിക്കാനുള്ള ആയുധമായിട്ടാണ് നിങ്ങളിത് ഓരോന്നും ഉപയോഗിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നു എന്ന് വരുമ്പോൾ നിങ്ങൾ വളരെ സത്യസന്ധമായ രീതിയിലാണ് പെരുമാറുന്നത് എന്നത് അവർക്ക് ശരിക്കും മനസ്സിലാവും. ആർക്ക്? ജനങ്ങൾ. നിങ്ങൾ ഏകപക്ഷീയമായി, പക്ഷപാതപരമായി, ഞാൻ സാധാരണ പറയുന്ന പോലെ വർഗപരമായി നിലപാട് സ്വീകരിക്കുന്നത് തുറന്നു കാണിക്കപ്പെടുകയാണ്. ഇങ്ങനെ കുറേ കാലം തുടർന്നാൽ നിങ്ങളെ തന്നെ ശരിയായ രീതിയിൽ ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും, നന്നായിട്ട് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിനപ്പുറം കാണാനും ഒരു ശീലം കേരളീയർ നേടിയതുകൊണ്ടാണ് നിങ്ങളുടെ ഈ കള്ളപ്രചരണത്തിലൊന്നും അവിടെ ആശയങ്ങളെ രൂപപ്പെടുത്താൻ നിങ്ങൾക്കാവാത്തത്. അത് ഓരോ ഘട്ടത്തിലും മനസ്സിലായിട്ടുള്ളതാണ്. ഇത് ഒന്നുകൂടി നിങ്ങളുടെ ഈ കള്ളത്തരം, നിങ്ങളുടെ ഈ പൊള്ളത്തരം, നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ വർഗപരമായ ഈ ഉള്ളടക്കം ജനങ്ങൾക്ക് മനസ്സിലാവാൻ കുറേയും കൂടി സൗകര്യം കിട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എന്താണ് അടുത്ത വഴി എന്ന് അന്വേഷിക്കണമല്ലോ. ആ വഴി അന്വേഷിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പത്രത്തിന് എന്താ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഗൗരവമുള്ളത്? അപ്പോൾ ഉടനെ കണ്ടെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര.